മിണ്ടുക മഹാമുനെ നീ മിണ്ടുക മഹാമുനി. തൃശൂർ കട്ടെടുത്തെന്ന് ചീത്തപ്പേര് കേൾപ്പിച്ച സുരേഷ് ഗോപി മിണ്ടണേയില്ല. ഗോമാതാവിനെ പ്രസാദിപ്പിക്കാൻ ഇനി വല്ല പൂജയിലോ മറ്റോ ആണോ എന്തോ. ജിക്ക് ഉരിയാട്ടമേ ഇല്ലല്ലോ എന്ന് ശോഭാജിയോട് ചോദിച്ചപ്പോ നമ്മുടെ ശോഭാജി പറഞ്ഞു, ഞങ്ങളുടെ അത്ര തൊലിക്കെട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്കും ഇല്ലല്ലോ. ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായി കിടന്ന് കളിച്ച ആളാണ്. ഓ, ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കെട്ടിയും കൂടുതലുണ്ട്. ഏത്? ഞങ്ങളുടെ അത്ര തൊലിക്കെട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല. ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്ന് കളിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കെട്ടിയും കൂടുതലുണ്ട്. മനസ്സ് ചുട്ടുപൊള്ളുമ്പോൾ പലതും പറയുന്നോടാ. കട്ടെടുപ്പും കെട്ടിഘോഷവും ഒക്കെ പടങ്ങ് ശുഭമായ പര്യവസാനിച്ചപ്പോ സംഘമിത്രങ്ങൾ കരുതി ഇക്കളി കൊള്ളാം, സേഫാണേ. ഞങ്ങൾ കേരളത്തിൽ താമര വിരിക്കുമെന്ന് ഒരാൾ, അങ്ങ് എടുക്കുമെന്ന് വേറൊരാൾ. 2 ആഴ്ച വരെ എല്ലാം ശുഭമായി പോയിക്കൊണ്ടിരുന്നതാ. തെരഞ്ഞെടുപ്പൊക്കെ എത്താറായില്ലേ? അപ്പോഴേക്കിതാ കൂട്ടിലിരുന്ന മിത്രങ്ങളൊക്കെ ഏതൊക്കെയോ പേപ്പർ കെട്ടുമായി പുറത്തേക്ക് വരുന്നു. ആദ്യമൊന്നും അവര് കാര്യമാക്കില്ല, പക്ഷേ തൂക്കിയല്ലോ നാഥ. തൃശ്ശൂരാണ് ഗോപിജി എടുത്തതെങ്കിൽ ഇപ്പതാണ്ട് ശോഭാജി ഇറങ്ങിയിരിക്കുന്നത് ഒരു ജില്ലയ്ക്ക് വേണ്ടി മാത്രമൊന്നല്ല, കേരളം മൊത്തത്തിൽ അങ്ങ് പിടിക്കാൻ പോകാ. ഇത് കേൾക്കുമ്പോ കേരളക്കാരെ എന്ത് പറയും? എല്ലാരും കൂടെ വട്ടം കൂടിയിരുന്ന തൃശ്ശൂരുകാരെ കുറ്റപ്പെടുത്തിയപ്പോ അവരാണായിട്ട് പറഞ്ഞതല്ലേ ഞങ്ങൾ നിരപരാധികളാണ്. അണിയറ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു വന്നിട്ടാണ് ആ എടുക്കൽ പ്രഖ്യാപിച്ചത് അന്നേ. അപ്പോ അടുത്ത പരിപാടികളും അണിയറയില് ഒരുങ്ങുന്നുണ്ടെന്നല്ലേ ഈ പിടിക്കും എന്നതിനർത്ഥം? അങ്ങനെ നോക്കിയാ അവരത് എടുക്കും. അപ്പൊ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടി വരുമോ എന്തോ. പറഞ്ഞു വരുമ്പോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, പക്ഷേ എത്ര വേണേലും വോട്ടുണ്ട്. മരിച്ചവരെ കൊണ്ടുവരണോ, രാജ്യത്തിന് പുറത്തുള്ളവരെ ഫ്ലൈറ്റ് ഇല്ലാതെ കൊണ്ടുവരണോ, എല്ലാം BJPക്ക് സാധിക്കും. ഹോ, ഈ ഗോമാതാവിന്റെ ഒരു കഴിവേ. ഭാരതീയ ജനതാ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുവാന്നാ ശോഭേച്ചി പറയണത്. കൊടുക്കാൻ ചുമതലകളില്ലാത്ത അത്രയും പാർട്ടി വിപുലപ്പെടുകയാണ്. പാവങ്ങൾ തന്നെ. പാർട്ടി വിപുലപ്പെടുവാണ്. എങ്ങനെ വിപുലപ്പെടാണ്ടിരിക്കും? അങ്ങനെ ഓർത്തിന്നൊക്കെ അല്ലയോ ശോഭേച്ചിയും ടീമും ആളെ ഇറക്കണത്. പിന്നെ പാർട്ടി വളരാൻ കാരണം എന്നാന്നറിയാവോ? അമിത് ഷാജി അദ്ദേഹത്തിന് കണ്ടാൽ അറിയാം പാകമായോ. നോട്ടം, ഒരൊറ്റ നോട്ടം മതി അമിത് ഷാജിക്ക് മൂപ്പറിയാനേ. ആ കഴിവേ. നീ ഒന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല. കാര്യമായിട്ട് പറഞ്ഞ സുരേഷ് ജിക്ക് ഒരു തേപ്പ് കിട്ടിയപ്പോ ശോഭാജിക്കും സുരേന്ദ്രൻജിക്കും ഒരു സ്വല്പത്തിനപ്പുറത്ത് ആവേശം കൂടിയിട്ടുണ്ടേ. ഞാനൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് ചെല്ലുമ്പോ തന്നെ ഞാൻ തോറ്റതായി പ്രഖ്യാപിക്കും. ഏത്? ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. അവരൊക്കെ തോറ്റപ്പോ അത് തോൽവി. പക്ഷേ ചന്ദ്രശേഖർജിയുടെ വലങ്കയ്ക്ക് ഇങ്ങനൊരു ഗതികേട് വന്നല്ലോ. അതിൽ ഇരു ടീമുകളും ഹാപ്പി തന്നെ.